അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പരമപിശുക്കനും ക്രൂരനുമായിരുന്നു എൻ്റെ അച്ഛൻ. അമ്മയുടെ ഇടം കണ്ണിന് മുകളിലൊരു പാടുണ്ട്. അതൊരു നാൾ അച്ഛൻ്റെ കയ്യിലെ വാച്ച് കൊണ്ട് പൊട്ടിയതാണ്. എൻ്റെ വലം തൊടയിൽ അതിലും വലിയൊരു പാടുണ്ട്. 10ാം വയസ്സിൽ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് 10 രൂപ മോഷ്ടിച്ചതിന് തിരണ്ടി പാലുകൊണ്ട് കിട്ടിയ സമ്മാനമാണ്. ഒരിക്കൽ ചിലവ് ചുരുക്കത്തിൻ്റെ ഭാഗമായി അച്ഛൻ ചില നിയന്ത്രണങ്ങളൊക്കെ കുടുംബത്ത് കൊണ്ടുവന്നു. അടുക്കളയിൽ നിന്ന് പാലിന് ഭ്രഷ്ട് കൽപ്പിച്ച് കട്ടൻ ചായയെ സ്വാഗതം ചെയ്തു. മുറ്റത്തെന്നും വന്നു വീഴുന്ന ദിനപത്രം നിർത്തി. സ്കൂൾ ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന എന്നെ 2 കിലോമീറ്ററോളം കാൽനട യാത്രക്കാരനാക്കി. എല്ലാം സഹിക്കാം, പക്ഷേ ചെക്കന് മുടി വെട്ടുന്നത് തന്നെ ചിലവാണെന്നും പറഞ്ഞ് ഓരോ വേളയിലും അച്ഛൻ എന്നെ മൊട്ടയടിപ്പിക്കുന്നത് എന്നെ പാടേ തളർത്തിയിരുന്നു. സ്കൂളിലെ എല്ലാവർക്കും മൊട്ടയെന്ന് വിളിച്ച് കളിയാക്കാൻ ഒരാളെ കിട്ടി. തലയുടെ തൊലിയിൽ മൈതാനത്ത് പുല്ല് പൊടിയുന്നത് പോലെ രോമം കിളിർത്താലും വളർന്നാലും രക്ഷയില്ല. ഓരോ 4 മാസത്തിലും എന്നെ പിടിച്ച് മൊട്ടയടിപ്പിക്കുന്നത് അച്ഛൻ ആവർത്തിച്ചു. അതോടെ സ്കൂളിലെ എല്ലാവരും എൻ്റെ പേര് മറന്നു. 10ാം തരം വരെ ഒരേ സ്കൂളിൽ പഠിച്ച ഞാൻ അവിടെ 4 മാസം ഒട്ട എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പൊതുപരീക്ഷയിൽ 8 നിലയിൽ പൊട്ടിയ എന്നെ കാത്തിരുന്നത് അച്ഛൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനമായിരുന്നു. അമ്മ കേണ് പറഞ്ഞിട്ടും അച്ഛൻ എന്നെ അന്ന് പൊതിരെ തല്ലി. എന്തുകൊണ്ടോ തുടക്കത്തിൽ ഞാനൊന്ന് തൊണ്ട പൊട്ടി കരഞ്ഞുവെങ്കിലും പിന്നീട് വേദനിച്ചില്ല. വാശി പോലെ അടികളൊക്കെ കരയാത്ത ഒരു മരപ്പലക പോലെ ഞാൻ കൊണ്ടുനിന്നു. പിന്നെ ഞാൻ അച്ഛൻ്റെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലെ അടിമയായിരുന്നു. ഒരിക്കൽ അച്ഛൻ 8-10ൻ്റെ സ്പാനർ ചോദിച്ചപ്പോൾ ഞാൻ തെറ്റി 10-12ൻ്റേത് എടുത്തു കൊടുത്തു. അന്നെൻ്റെ നേരേക്ക് ആ സ്പാനർ എടുത്തെറിയുന്നത് കണ്ടവരുടെ കണ്ണുകളെല്ലാം ഞെട്ടിയിട്ടുണ്ടാകും. അത്രയ്ക്കും ശക്തിയിലെറിഞ്ഞ ആ സ്പാനർ എൻ്റെ ദേഹത്ത് കൊള്ളാതെ ഒരു പഴയ സ്കൂട്ടറിൻ്റെ കണ്ണാടി തകർത്തു. അച്ഛൻ്റെ കടയിലേക്ക് വന്ന ഒരു കേടായ വാഹനം പോലെ പതിയെ ഞാൻ മാറുകയായിരുന്നു. എല്ലാം യാന്ത്രികം. കരിയും പുകയും ഗ്രീസുമൊക്കെയായി മുഷിഞ്ഞ് വീട്ടിലെത്തി ഒരു കുളി കഴിഞ്ഞ് അമ്മ വിളമ്പിത്തരുന്ന എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നുമ്പോഴാണ് ജീവിച്ചിരിക്കുന്നുവെന്ന് തന്നെ തോന്നിപ്പോവുക. അങ്ങനെ ഒരിക്കൽ വർക്ക്ഷോപ്പിൽ നിന്നൊരു ചെറിയ നെഞ്ചുവേദന അനുഭവപ്പെട്ട് തളർന്നു വീണ അച്ഛനെ മറ്റു പണിക്കാരും ഞാനും ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടെത്തിച്ചു. എന്തുകൊണ്ടോ ഡോക്ടർമാർക്ക് അധികം കൈവയ്ക്കേണ്ടി വന്നില്ല. അച്ഛൻ മരിച്ചു. ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്നു. പായയും വിളക്കും തയ്യാറാക്കി വെച്ച ഉമ്മറത്തേക്ക് വെക്കുമ്പോഴേക്കും അച്ഛൻ്റെ കുടുംബക്കാരും അടുത്തറിയുന്ന ചിലരും അയൽക്കാരുമെല്ലാം മുറ്റത്ത് തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, എൻ്റെ മോൻ പോയല്ലോ. അച്ഛൻ്റെ അമ്മയുടെ നെഞ്ചത്തടിയോടെയുള്ള നിലവിളിയായിരുന്നു. അത് കേട്ടവരിൽ ചിലർ മുക്കിയും വിങ്ങിയും കൂടെ കൂടി. തുളുമ്പിയ കണ്ണുകളുമായി അച്ഛൻ്റെ തലക്കരികിൽ അമ്മയൊരു പ്രതിമയെപ്പോലെ ഇരിക്കുന്നുണ്ട്. ആൾക്കാരെ ബോധിപ്പിക്കാനെങ്കിലും എനിക്കൊന്ന് കരയണമെന്നുണ്ടായിരുന്നു. പക്ഷേ മരിച്ചു കിടക്കുന്ന അച്ഛനെ ഓർത്ത് കരയാൻ എൻ്റെ ബോധത്തിന് കഴിഞ്ഞതേയില്ല. ക്രൂരനും ഏകാധിപതിയുമായ രാജ്യതലവൻ്റെ മരണം ആശ്വാസമാണെന്ന് കരുതുന്ന സ്വാധുക്കളുടെ മനസ്സായിരുന്നു എനിക്കന്ന്. അങ്ങനെ തോന്നിയപ്പോൾ സ്വതന്ത്രനായ ഒരടിമയുടെ എല്ലാ ആഹ്ലാദത്തോടും കൂടി ആ മരണ വീട്ടിൽ നിന്ന് എനിക്ക് നൃത്തം ചെയ്യാൻ തോന്നി. അല്ലെങ്കിലും ബലഹീനരായ പലർക്കും ജീവിതം തിരിച്ചു കിട്ടുന്നത് അവരെ അടക്കി വാഴുന്ന മനുഷ്യരുടെ മരണത്തോടൊപ്പമാണല്ലോ. അച്ഛൻ്റെ മരണനാൾ ഒരു പിറന്നാളിൻ്റെ സന്തോഷത്തോടെ ഇന്നും എനിക്ക് ഓർക്കാൻ പറ്റുന്നതും അതുകൊണ്ടായിരിക്കും. താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കഥയുമായി ഉടനെ കാണാം.